Welcome to Mumbai. Marian, finally it's time to say bye-bye to Mr. Alibaba. Baba, sir, thank you so much for everything. ഞങ്ങള് ലാസ്റ്റ് 2 days ആഗ്രയിൽ സ്റ്റേ ചെയ്തത് അലിബാബാസ് ഇന്ത്യാന ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്തത്. നൈസ് അക്കോമഡേഷൻ, വി ഹാഡ് എ നൈസ് ടൈം ലൈക്ക് എ ഫാമിലി. വി ക്യാൻ സീ ദ ഫാമിലി അറൌണ്ട് and they looked after very well. And now today only I met Mr. Alibaba. I heard good reviews. ഒത്തിരി നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് അലിബാബയെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഹി ഓൾറെഡി നമ്മുടെ കന്നഡ മൂവിയിൽ ഒരു ഹിന്ദി DGP റോളിന് DGP ആയിട്ട് അഭിനയിച്ച കാര്യമൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ പുള്ളി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് how was the experience acting in South Indian movie? It was a great fun. I enjoyed with the people of the South Indian industry. Very interesting people. Okay. I hope to see them again. Yeah, you want to come and see. Okay, I'm wishing you all the best. Hopefully you will see you again in Malayalam movie as well. Thank you. Okay, so it was nice staying and it was a nice experience. And we are saying bye to Agra and we're heading to the south now. We go. I wish you good luck and have a nice trip. Okay, thank you. അങ്ങനെ മിസ്റ്റർ ഖാൻ, ഷാരൂഖ് ഖാൻ ഞങ്ങളെ കൂട്ടാൻ വന്നു തിരിച്ച്. നോട്ട് ഷാരൂഖ് ഖാൻ, ഷമീം ഖാൻ വന്നു. അപ്പം ഞങ്ങള് മിസ്റ്റർ അലിബാബയോട് ബൈ പറഞ്ഞിറങ്ങി. അപ്പൊ അലിബാബ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, ഹീസ് എക്സ് ആർമി മെൻ. ആൻഡ് പിന്നെ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി അണ്ടർ പ്രിവിലേജ് ആയ പിള്ളേർക്ക് വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ വരി പുള്ളി ഓൾ ഓവർ ഈസ് എ ഓൾ റൗണ്ടർ ആക്ടിംഗ് മൂവി. മാരിയൻ, he's very interesting character, na? Very interesting. I commend him for his work with the kids and for giving them education, and even he allows two of the kids to do tertiary education as well. I take my hat off for the man. Okay, that's ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിവേ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്കാണ്, നമ്മുടെ സ്വന്തം സൗത്തിലേക്ക് വരുന്നതിന്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ ഉണ്ടാക്കാം, നിങ്ങൾക്കും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയെ കാണാം. ഇപ്പൊ നമ്മൾ കണ്ട പ്രതിമ നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിച്ച ഝാൻസി റാണിയുടെ പ്രതിമയാണ്. ഇപ്പൊ കണ്ടപ്പോ അങ്ങനെ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് നമ്മുടെ ഖാൻ പറഞ്ഞു തരുമായിരുന്നു, നമ്മുടെ ഫ്രീഡം ഝാൻസി റാണി. അവർ സ്കൂൾ ഡേയ്സ് വി സ്റ്റഡിഡ് अबाउट ഝാൻസി റാണി. हम लोग तो पढ़ा था ना स्कूल में, तो वो टाइम में पढ़ा ना ഝാൻസി റാണി के बारे में वो लोग हम लोग पढ़ा था ना, इसलिए मेरे को याद आ गया. Okay, I am so confused. One Hindi, one little bit English and then Malayalam. ഞാൻ നിങ്ങളുടെ അടുത്ത് മലയാളത്തിലും പറയണം, പുള്ളിയുടെ അടുത്ത് ഹിന്ദി പറയണം, മാരിനെ ഇംഗ്ലീഷിലും സംസാരിക്കണം. അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ആട്ടോ. 3 language. And कौन है आपका फेवरेट साउथ अफ्रीकन क्रिकेटर? AB de Villiers. Oh, there we go. Everybody like AB de Villiers. Mr. 360. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എയർപോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്ര എയർപോർട്ട് എന്ന് പറയുന്നത് അത്ര ദൂരമില്ല. ഇപ്പൊ നമ്മുടെ how many kilometer Agra airport from? 10 minutes. But you know, if you from the Taj Mahal only 15 kilometer. Airport to Taj Mahal 14 kilometer. ഓക്കെ, അപ്പൊ അത്രയും ദൂരമേ ഉള്ളൂ. ഇനി നമ്മൾ ആരെങ്കിലും ഫ്ലൈറ്റിന് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആഗ്രയെ വന്നിറങ്ങിയിട്ട് 14 കിലോമീറ്റർ വരാം. എപ്പോഴും നിങ്ങൾ സ്റ്റേ എടുക്കുമ്പോൾ ഒരു കാര്യം നോക്കുക, അത്ര വലിയ ഹോട്ടലുകളൊന്നും ആ പരിസരത്തില്ല. മിക്കവാറും ഹോം സ്റ്റേസ് ഒക്കെ ആയിരിക്കും. ഈ പരിസരം അറിയാലോ, നമുക്കറിയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് അക്കോമഡേഷൻ നല്ലതാണോ എന്ന് നോക്കുക, എന്നിട്ട് അക്കോമഡേഷൻ എടുക്കുക. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വരാം കേട്ടോ. നാട്ടിൽ നിന്ന് നേരെ നമ്മുടെ നിസാമുദ്ദീൻ എക്സ്പ്രസ്, നമ്മുടെ കേരള, പിന്നെ എല്ലാ ദിവസവും വരുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസിന് കയറുവാണെങ്കിൽ അത് ഒരു ഓപ്ഷനാണ്. ആഗ്രയിൽ വന്ന് ഇറങ്ങി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അന്ന് തന്നെ വേണമെങ്കിൽ രാത്രി തിരിച്ചു പോവാം. അങ്ങനെയുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നിസാമുദ്ദീന് വന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഈ എയർപോർട്ടിലാണ്, ഈ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങുന്നത്.
നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു ആർമിയുടെ ജിംനി പോകുന്നുണ്ട്, ജിപ്സി, പഴയ ജിപ്സി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജിംനി കാണാനായിട്ട് എനിക്ക് ഓടിക്കാനായിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. നാളെ എൻ്റെ കയ്യിൽ ജിംനി കിട്ടും. അപ്പോൾ വേണം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ജിംനി വെച്ചിട്ട്. പഴയ ഇത് ജിപ്സി നമ്മുടെയൊക്കെ ഒരു വികാരമല്ലായിരുന്നു. അപ്പോൾ ആ വികാരമായതുകൊണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഇപ്പോഴും ഒരു ആവേശമാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ആഗ്ര എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബസ് കയറ്റി വിടിയല്ല, സോറി നമ്മുടെ പ്രൈവറ്റ് ടാക്സി വിടിയല്ല. ആഗ്ര അവരുടെ തന്നെ ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നമ്മൾ ആൾക്കാർ ഫില്ലാവുന്നതനുസരിച്ച് അവർ ഞങ്ങൾ മെല്ലെ അത് കയറ്റി വെക്കുക. ബാഗുകളൊക്കെ എല്ലാവരും വെച്ചു. ദിസ് വാസ് നോട്ട് ഇൻ ദ പാക്കേജ്. ഇവൻ ഐ ഗിവ് യു ബസ് റൈഡ്. ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ഉള്ളിൽ പോകുന്നത് ഫ്രീ ആണ്, പിന്നെ അവർ പാർക്കിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇത് ഫ്രീ അല്ല, നമ്മൾ ഇതിന് പേയ്മെൻറ്റും കൊടുക്കണം, വേറെ ടിക്കറ്റും കൊടുക്കണം. സോ അപ്പം ഇത് ഇനി ഇടപാടെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ആഗ്രയിൽ നമ്മൾ എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ടാക്സി എടുത്ത് വരുവാണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മുടെ വണ്ടി ഉള്ളിൽ വിടിയായിരുന്നു തോന്നുന്നു. ആ കോംപ്ലക്സിൻ്റെ, എയർപോർട്ട് കോംപ്ലക്സിൻ്റെ പുറത്ത് വിടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ബസ്സിൽ കയറ്റി നമ്മളെ കൊണ്ടുവന്നതിന് ടിക്കറ്റ് എടുക്കുകയും ചെയ്യണം. എത്രയാണ് പൈസ എന്ന് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ എത്രയാണ് പൈസ എന്ന് ഇപ്പോൾ പറയാം. പുള്ളിക്കാരൻ 100 രൂപ കൊടുത്തത്, 50 രൂപ മേടിക്കും. 50. Bye. Now you say bye. Now that you're leaving. ഞങ്ങള് മുംബൈ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. വെരി ലോക്കൽ പിള്ളേരൊക്കെ ആയിട്ട് കയ്യിലെടുത്ത് വർത്താനം പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടാതെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്തത് ഞങ്ങൾ പോകുന്ന വഴിക്കല്ല സൗത്ത് ആഫ്രിക്കൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടം ഇവരെ കാണുന്നതുകൊണ്ട് അവർക്ക് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിനെ ഞങ്ങൾ അതേ സ്റ്റേറ്റിന് 2 സൗത്ത് ആഫ്രിക്കൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. അവരിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ യാദർച്ഛ്യമായിട്ട് കണ്ടപ്പോൾ അവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ സൗത്ത് ആഫ്രിക്കൻ ഫ്രണ്ട്. അവരോട് ഞങ്ങൾ വൈബ് ചെയ്ത് എൻജോയ് റെസ്റ്റ്. ബൈ ബൈ, സീ യു അഗൈൻ ഇൻ സൗത്ത് ആഫ്രിക്ക. താങ്ക് യു സർ. യെസ്, ബൈ ബൈ. Okay, it's finally time to say bye to Agra. Okay. Take care, Agra. Take care, Agra. Yes. You know, you're safe. Marin is leaving Agra, so you're Yes. safe. Do you agree how time flies? We are almost halfway. Our 2 weeks is gone. We only got 3 more weeks to go. Not by eating chips, like seeing places. അങ്ങനെ ഞങ്ങൾ ആഗ്രയിൽ നിന്ന് നേരെ ഫ്ലൈ ചെയ്ത് എത്തുന്നത് മുംബൈയിലേക്കാണ്. മുംബൈയിൽ വന്നപ്പം സെയിം ഇൻഡിഗോയുടെ തന്നെ ഫ്ലൈറ്റ് ആണ്, പക്ഷേ ലഗേജ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലഗേജ് കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യണം. That's a double work. You have to check in again. Yes. Yeah, what to do? Anyway. Unfortunately. എന്നാണെങ്കിലും ബാഗേജ് ക്ലൈം ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ആഗ്ര എപ്പിസോഡ്? നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താജ്മഹലൊക്കെ നിങ്ങളെ നന്നായി കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ താജ്മഹലും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ സ്വന്തം കേരളം, കർണാടക ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. Let them think crazy. Yeah. Let's move forward and see what is waiting for us. Why am I using so much English, man? I told you, you don't need to speak English. I follow what you say. Okay. അപ്പം അടുത്ത സെക്ഷൻ, അടുത്തത് ഇപ്പോൾ മംഗലാപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ആണ്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ഒരാൾ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. യാത്രയുടെ ആദ്യം പറഞ്ഞിരുന്നു ഈ യാത്രയ്ക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു ഹിൻഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മംഗലാപുരത്ത് നിന്ന് കാണാം. എപ്പോഴും ഫ്ലൈറ്റിലെ തന്നെ വിഷ്വൽസ് കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മളെ ഒരു വിയേർഡായിട്ടാണ് കാണുന്നത്. വെൽക്കം ടു മുംബൈ. ഇന്ത്യയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മസാല ദോശയിൽ ഇഡ്ഡലിയിലാണ് തുടങ്ങിയേക്കുന്നത്. What do you call, Marian, this one? I am connected. You connected, but what do you call this one? Idli. Idli. Come again? Idli. Oh, കൊള്ളാം കേട്ടോ. പേരൊക്കെ പഠിച്ച് ആള് ഉഷാറായതുണ്ട്. ഇഡ്ലി ദുബായിൽ മലയാളികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരിക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ കഴിക്കാനും കൂടെയാണ് പുള്ളിക്കാരി വന്നേക്കുന്നത്. നമുക്കൊരു കുറച്ച് ഫുഡ് ടൂർ ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. മസാല ദോശ. Masala dosa. Masala dosa. Reaction? Not what I'm used to. Dalis is nicer.
ഇവിടെ ഒരാൾ മസാല ദോശ കഴിക്കുന്ന റാപ്പാക്കുക. It's not wrap. You might mix with the chutney as well. I like the potato just like that. This side. I think you find a one right eating item for you. Masala dosa. I'm sure you'll enjoy this one. Tomorrow we're going to Udupi. There's also famous for vegetable breakfast. We can try vegetarian breakfast, authentic vegetarian breakfast. No, it's just vegetarian. Yeah, she made it a wrap and finished the masala dosa. അതിൻ്റെ അകത്ത് പൊട്ടാറ്റോ മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. നാച്ചുറലി ഷി ഓൾസോ എൻജോയ്ഡ്. നമ്മുടെ ഏറ്റവും ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന ഉടുപ്പിക്കാണ് ഞങ്ങൾ പോകുന്നത്. മംഗ്ലൂർ, then from there ഉടുപ്പി. Yes. Good morning, Marian. Good morning. How are you? I'm doing well, thank you. And where are you? I am in, I don't know, at Manuch's house. Manuch's house. Without Manuch being here. Okay. See all the delicious breakfast. This is what you want, eh? Yes, Indian Okay. food. Indian food. അപ്പം വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ഷൈജോ ആൻഡ് മാരിയൻ. ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ട്രിപ്പിന്റെ തുടക്കത്തില് മാരിയന്റെ ഒരു പഴയ കൊളീക്കിന്റെ തേടിയുള്ള യാത്ര, കൊളീക്കിന്റെ വീട്, ഒരു കൊളീക്കിന് കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്, നീ എന്നാണേലും എവിടെയാണെങ്കിലും നിനക്ക് സ്വന്തമായ ഒരു വീടും ഒക്കെ വെച്ച് നിന്റെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയി കഴിയുമ്പോൾ ഞാൻ ആ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമല്ല, മംഗലാപുരത്തായിരുന്നു. മംഗലാപുരം എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ അപ്പുറമായിട്ടാണ് ഉടുപ്പി, കുറച്ച് ഉടുപ്പി മാറി പരിസരത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്ന് ഒത്തിരി ലേറ്റായി, 2 മണിയൊക്കെ ആയപ്പോഴും എയർപോർട്ടിൽ. അപ്പോൾ മനോജിൻ്റെ വൈഫും ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളെ കൂട്ടാൻ വന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പം ഞാൻ കാണിക്കാം. അതിനുശേഷം ഞങ്ങൾ നേരെ ഇവിടെ വന്ന് കിടന്നുറങ്ങി. ഇപ്പം വെരി നെക്സ്റ്റ് മോർണിംഗ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റ്. ഐ എം എക്സൈറ്റഡ് ടു ഗോ ടു മൈ ഹൗസ്. യു ആർ ഓൾസോ നാ? ഓക്കെ. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അവരും വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിട്ടിട്ട് 2-3 ആഴ്ചയായി, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. And are you excited for the day? And you enjoying the yeah, she's getting used to vada and dosa and she want only that kind of stuff, vada, dosa, appam. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഷോപ്പിംഗ് ഉണ്ട്. മംഗലാപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്. ആൻഡ് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ മക്കളെ കാണണം എന്നുള്ള ഒരു പ്രോമിസൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ആൽബംസ് ഒക്കെ കാണിച്ച് അതൊക്കെ മാരിയൻ ഇങ്ങനെ കണ്ട്. സോ വി ഡൺ വൺ മോർ വിഷ് ലിസ്റ്റ് ഇൻ അവർ ട്രിപ്പ്, that visiting Manoj's house and eating vada and idli. Yes. അങ്ങനെ മനോജിന്റെ ആന്റി ഒക്കെ വന്ന് മാരിയനെ കാണാൻ വേണ്ടി വന്നു. It's a nice get together. I'm just saying to my audience, Yes. it's a nice get together for Marian also. Auntie, your good name, your name? Lucy. Lucy. Yeah. If I'm coming to Kannada, I must speak in Kannada, na. Now ಒಂದು ಕನ್ನಡ ಸ್ವಲ್ಪ ಮಾತಾಡ್ತೀನಿ. I'm trying to speak to them in Kannada. മലയാളത്തിലും തമിഴിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. Is Mr. Manoj? Yes, he is. Okay. What was your promise? To visit his house. Visit his house When I come to India. when I comes to India. Yes. Who took you here? Beyond board. Beyond borders with Saijo. Yeah. Yes, flight. Okay. So your friend used to look like this way, na? Yes, very much. Innocent little boy. Innocent little boy. Yes. Then after had a friendship with you, he lost his innocence. That's what you're saying. No. Eh? No, he just grow up. He's grow up. Yeah. That's all. So the Clintix also. There's something waiting for you. Thank you. I have found my reasons now to keep my burdens left. When I want to rest, I Thank can you. lay I did not know what it അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റ് ആയി. പിള്ളേർ ഓൾറെഡി പള്ളിയിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് പിള്ളേരെ കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നപ്പം ഇവിടെ വന്ന് കാണുമ്പോൾ ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലാണ് ഉടുപ്പിയിലുള്ള വലിയൊരു പള്ളി കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളി. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ കേരളമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു, ഈവൻ കന്നഡയിലാണെങ്കിൽ പോലും ഇവിടുത്തെ അച്ഛന്മാരൊക്കെ മലയാളം സംസാരിക്കുന്ന ഫാദേഴ്സ് നമ്മുടെ കേരളത്തിൻ്റെ ഒത്തിരി ഈ പരുമല പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പള്ളിയായിട്ട് എനിക്ക് തോന്നി. അവരങ്ങനെ പറഞ്ഞു, സിറിയൻ കാത്തലിക് ആയിട്ടുള്ള ആൾക്കാർ. എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ വിചാരിച്ചത് മംഗലാപുരത്ത് കൂടുതലും ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള ആൾക്കാരാണ്, ഗോവൻ ക്രിസ്ത്യൻസ് ഒക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊരു പുതിയ അനുഭവം. നല്ലൊരു മനോഹരമായ പള്ളിയൊക്കെ കണ്ട് അങ്ങനെ അച്ഛനുമൊക്കെ ആയിട്ട് സംസാരിച്ച് അച്ഛൻ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്നെന്ന് കേട്ടപ്പം അവർക്ക് ഒരു കൗതുകം. അങ്ങനെ കുറച്ച് നേരം അച്ഛനുമൊക്കെ ആയിട്ട് സംസാരിച്ച് മാരിയൻ അവരുമായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേരെ കാണാനായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ വിസിറ്റ് തുടങ്ങി മാരിൻ ഒരു ചർച്ച് വിസിറ്റോട് കൂടിയാണ്. Oh, yes. And what you got from church? I got a carrot and egg cake. ഇതാ ക്രിസ്മസ് ഈസ് And a little bit of history. ഓക്കെ ഇത് Yes. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്ക് അച്ഛന് മലയാളം പറയുന്ന അച്ഛനുണ്ട്. അപ്പം അത് കൂടാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഇത് ഇവരുടെ ചർച്ചാണ്. അപ്പം മനോജ് എന്ന് പറഞ്ഞ ആൾ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് അവർ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. പിള്ളേരെ കാണാനും കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എവിടെ നിന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് just put us in the car, ഞങ്ങൾക്ക് then we കേക്കൊക്കെ തന്ന്. Hi, morning, mommy. Did you sleep well? Huh? Oh, hello. How was church? You got a prize. Congratulations. Where are you? Hello, little Manoj. Yes, it does. Hello. How are you? Congratulations on your prize. Give me a hug. Come, give me a hug. Oh, don't you hug? Your daddy used to hug me to say hello and bye. He was my friend. He still is my friend. Make sure my eyes are open. Okay, you saying bye, na? Yes, I'm saying bye. All right. Cheers. See you, boys. Capable of everything.